നവമി ഉള്ളത് സിദ്ദിഖിന്റെ വീടിന് മുന്നിലാണ്. നവമി അവിടെയുണ്ട്. കൊച്ചിയിലാണ് സിദ്ദിഖിന്റെ വീട്. സിദ്ദിഖിന്റെ വീടിന് മുന്നിൽ നവമി ദിനേശ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം എന്ന് മനസ്സിലാകുന്നു. നവമി, എന്താണ് സിദ്ദിഖുമായി സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ? മാധ്യമപ്രവർത്തകർ ഒരുപാട് പേരെ അവിടെ കാണാം. സിദ്ദിഖ് അകത്തുണ്ടോ? വീട്ടിലുണ്ടോ? പടമുകളിലെ വീട്ടിലകത്തുണ്ടോ? ഞാനിപ്പോൾ നിൽക്കുന്നത് സിദ്ദിഖിന്റെ പടമുകളിലെ വീട്ടിലാണ്. അദ്ദേഹം ഇവിടെ ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ എവിടെയാണെന്ന് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ആലുവയിൽ ഒരു വീടുണ്ട് അദ്ദേഹത്തിന്. അവിടെ ഉണ്ടാകാനും ഒരു സാധ്യതയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായി നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി, അതായത് ഇന്ന് രാവിലെയൊക്കെ ഈ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഈ വിധി വന്നതിന് ശേഷം കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിനു ശേഷം സിദ്ദിഖിനെ ഇവിടെ കാണാനില്ല. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടുന്ന് പോയതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ആലുവയിലെ വീട്ടിലുണ്ടോ എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു നിമിഷം കൂടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ഒരു അറസ്റ്റിലേക്ക് തന്നെ അന്വേഷണ സംഘം കടക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതോ ഇനി വിശദമായ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. എന്തായാലും അത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്താണുള്ളത്. അന്വേഷണ സംഘം സിദ്ദിഖിനെ വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിച്ചതിന് ശേഷമായിരിക്കുമോ, കൃത്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കുക അറസ്റ്റ് ഉണ്ടാവുക, അതോ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ചോദ്യം ചെയ്യൽ ആ രീതിയിലേക്കാണോ അന്വേഷണ സംഘം നീങ്ങുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും പടമുകളിലുള്ള സിദ്ദിഖിന്റെ വീട്ടിൽ അദ്ദേഹം ഇവിടെ ഇല്ല. ആ വീടിപ്പോൾ അടച്ചിട്ടിരിക്കുന്ന നിലയിലാണ്. പക്ഷേ അദ്ദേഹം ആലുവയിലെ വീട്ടിലുണ്ടോ എന്നും അറിയാൻ കഴിയുന്നില്ല. അത് എന്തായാലും വരും മണിക്കൂറിൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കും. എന്തായാലും മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അറസ്റ്റിലേക്ക് തന്നെയായിരിക്കും അന്വേഷണ സംഘം കടക്കുക. അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ അതോ വരും ദിവസങ്ങളിലായിരിക്കുമോ ചോദ്യം ചെയ്യലുകളും അറസ്റ്റും അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ ഇനി നോക്കി കാണേണ്ടത്. സിദ്ദിഖ് എന്തായാലും കോടതി ഇന്ന് മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും ഏറെ വൈകിയാണ് പരാതിക്കാരി രംഗത്തെത്തിയത് എന്നതുകൊണ്ട് അത് പരാതിയല്ലാതാകുന്നില്ല. അതിനെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു വ്യക്തിഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല, പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ കോടതി പറഞ്ഞത്. സിദ്ദിഖ് ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നത്, ഈ ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടി പരാതിയുമായി എത്തിയ സാഹചര്യത്തിൽ ആ ലൈംഗിക ആരോപണ ബലാത്സംഗം എന്നുള്ളൊരു കുറ്റം ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞിരുന്നില്ല. പക്ഷെ പിന്നീടാണ് തനിക്കെതിരെ ബലാത്സംഗ കുറ്റം അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരാതി അന്വേഷണ സംഘത്തിന് ഈ പെൺകുട്ടി കൈമാറുന്നത്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയാണ്, അടിസ്ഥാനരഹിതമായിട്ടുള്ള പരാതിയാണ്, അല്ലെങ്കിൽ കാര്യമാണ് ഈ പെൺകുട്ടി പറയുന്നതെന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. പക്ഷേ അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. ഈ മസ്കറ്റ് ഹോട്ടലിൽ ഈ പെൺകുട്ടിയും സിദ്ദിഖും അവിടെ ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചു. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി ഇതിനുശേഷം, അതായത് ലൈംഗിക പീഡനത്തിന് ഇരയായതിനു ശേഷം, ബലാത്സംഗത്തിന് ഇരയായതിനു ശേഷം 2 സൈക്കോളജിസ്റ്റുകളുടെ കൌൺസിലിംഗ് ഈ പെൺകുട്ടി നേടിയതായും അന്വേഷണ സംഘത്തിന് മനസ്സിലായി. ആ 2 ഡോക്ടർമാരും ഇത് സാധൂകരിക്കുന്ന മൊഴികളും പോലീസിന് അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തു. എന്തായാലും തെളിവുകളെല്ലാം സിദ്ദിഖിന് എതിരാണെന്ന് ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിരുന്നു. അതിനുശേഷം ഇന്ന് മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിച്ചപ്പോൾ കോടതിയും ഈ കിട്ടിയ തെളിവുകൾ, പ്രോസിക്യൂഷന്റെ വാദം ശരിയാണെന്ന് ഹൈക്കോടതിയും സ്ഥിരീകരിക്കുന്നു. ഇതിനെ തുടർന്നാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖിന്റെ അറസ്റ്റ് എപ്പോഴുണ്ടാകും? നമുക്കറിയാം, ഇതിനു മുൻപ് ഒരു സിനിമാ നടന്റെ ഒരു അറസ്റ്റ് ഇത്ര വലിയൊരു വിവാദമായത് ദിലീപിന്റെ കേസിലായിരുന്നു, നടിയെ ആക്രമിച്ച കേസിലായിരുന്നു. അതിൽ പോലീസ് ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. അതിനുശേഷമാണ് അപ്രതീക്ഷിതമായ ഒരു അറസ്റ്റ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണോ സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് ശേഷം അറസ്റ്റ് ആയിരിക്കുമോ അതോ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷമായിരിക്കുമോ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഉടൻ തന്നെ വരും മണിക്കൂറിൽ തന്നെ അന്വേഷണ സംഘത്തിന്റെ നീക്കം ഏത് വിധത്തിലാകുമെന്ന് നമുക്കറിയാൻ സാധിക്കും. എന്തായാലും സിദ്ദിഖിന്റെ കൊച്ചിയിലെ പടമുകളിലെ വീട്ടിൽ അദ്ദേഹം ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആലുവയിലെ വീട്ടിലാണോ അതോ മറ്റ് അഭിഭാഷകന്റെ അടുത്താണോ, എവിടെയാണ് അദ്ദേഹം എന്ന് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നില്ല. എന്തായാലും സിദ്ദിഖിനെ ഉടൻ തന്നെ നമ്മൾ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യും. രഞ്ജിത്ത്, സിദ്ദിഖ് എവിടെയാണെന്ന് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഇപ്പോൾ പടമുകളിലെ വീട്ടിലാണ് നവമി ദിനേശ് ഉള്ളത്. അവിടെ ആരുമുള്ളതായ ഒരു ലക്ഷണമില്ല.
നമുക്ക് ദൃശ്യങ്ങളിലത് കാണാം. വലിയ കൊട്ടാര സദൃശ്യമായ ഒരു വീടാണ്. അവിടെ സിദ്ദിഖിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആലുവയിലും വീടുണ്ട്. അവിടെയാണോ അദ്ദേഹം കൊച്ചിയിൽ തന്നെ ഉണ്ടോ അതോ കൊച്ചി വിട്ടോ? നേരത്തെ പറഞ്ഞതുപോലെ ഒളിവിലാണ് എന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുമ്പോൾ ഇനി അദ്ദേഹത്തിന് ഒരുപക്ഷെ മറ്റ് കോടതികളെ സമീപിക്കാൻ, സുപ്രീം കോടതി അടക്കം സമീപിക്കാനുള്ള സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ അഭിഭാഷകരൊക്കെ പറഞ്ഞതുപോലെ ഈ വിവേചന അധികാരമാണ്, അന്വേഷണ സംഘത്തിൻ്റെ വിവേചന അധികാരമാണ് അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന കാര്യത്തിൽ. സുപ്രീം കോടതിയിൽ അദ്ദേഹം അപ്പീലുമായി പോയാൽ, ജാമ്യ ഹർജിയുമായി പോയാൽ അതിൻ്റെ തീരുമാനം വരുന്നത് വരെ ഒരുപക്ഷെ കാത്തിരിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. പക്ഷേ അതിനു മുൻപ് നമുക്കറിയാം സർക്കാരിനെ വലിയ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടും അതിൻ്റെ തുടർചലനങ്ങളും മറ്റും. അതിനെ ആ തരത്തിൽ തന്നെ ജനവികാരം തണുപ്പിക്കാനും സർക്കാർ ഇരകൾക്കൊപ്പമാണ് എന്ന തരത്തിലുള്ള നിലപാടുകൾ സമൂഹത്തിൽ ഉണ്ടാക്കാനുമൊക്കെ ഒരു അറസ്റ്റ് ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നുള്ള സൂചനകളും ചില സർക്കാർ കേന്ദ്രങ്ങൾ നൽകുന്നുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലാണ് കാര്യമെങ്കിൽ അറസ്റ്റിലേക്ക് തന്നെ നീങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ അറസ്റ്റിലേക്ക് നീങ്ങിയാലും അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല. ഏതായാലും സിദ്ദിഖുമായി ബന്ധപ്പെടാൻ പ്രത്യേക സംഘം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫോൺ അദ്ദേഹത്തിൻ്റെ സ്വിച്ച് ഓഫ് ആണ് എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്ന് മനസ്സിലാകുന്നു. നവമി അവിടെ തുടരുകയാണ്. നവമി, നമുക്കറിയാം ഇന്നലെയൊക്കെ കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സിദ്ദിഖും മറ്റ് പ്രധാനപ്പെട്ട നടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ശരീരഭാഷ ആ ദൃശ്യങ്ങൾ കണ്ടെത്താൻ നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉറപ്പായും ആ മുഖത്ത് എപ്പോഴും ചിരിച്ച് അല്ലെങ്കിൽ ആ തരത്തിൽ ഉന്മേഷവാനായിരിക്കും സിദ്ദിഖിനെ അല്ല നമ്മൾ ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ കാണുന്നത്. അദ്ദേഹവും ചില കാര്യങ്ങൾ ഭയക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരുമായി സംസാരിക്കുമ്പോഴും മറ്റും ഈ കേസിൻ്റെ ഗൗരവ സ്വഭാവം നല്ല രീതിയിലുള്ള ഒരു കേസാണ് എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്. ഒപ്പം SITയുടെ അന്വേഷണത്തിലും ചില വ്യക്തമായ തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്.